കുവൈറ്റിൽ എനർജി ഡ്രിങ്കുകൾക്ക് കർശന നിയന്ത്രണം. ഊർജ പാനീയങ്ങളുടെ അമിത ഉപയോഗം ആരോഗ്യത്തിന് ഭീഷണിയാകുന്നു എന്ന തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് ഭരണകൂടം ചരിത്രപരമായ നടപടി സ്വീകരിച്ചു. രാജ്യത്തെ റെസ്റ്റോറന്റുകൾ, കഫേകൾ, പലചരക്ക് കടകൾ തുടങ്ങി പൊതുവിടങ്ങളിലെല്ലാം എനർജി ഡ്രിങ്കുകളുടെ വിൽപ്പന നിരോധിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അവാദി ഉത്തരവ് പുറപ്പെടുവിച്ചു. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും മറ്റ് ആരോഗ്യ പ്രതിസന്ധികളും കണക്കിലെടുത്താണ് ഈ സോഫ്റ്റ് ഡ്രൈവ് പുതിയ നിയമപ്രകാരം ഇനി 18 വയസ്സ് തികയുന്നവർക്ക് മാത്രമേ എനർജി ഡ്രിങ്കുകൾ വാങ്ങാൻ അനുവാദമുള്ളൂ. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും മറ്റ് ആരോഗ്യ പ്രതിസന്ധികളും കണക്കിലെടുത്താണ് ഈ സേഫ്റ്റി ഡ്രൈവ്. പുതിയ നിയമപ്രകാരം ഇനി 18 വയസ്സ് തികയുന്നവർക്ക് മാത്രമേ എനർജി ഡ്രിങ്കുകൾ വാങ്ങാൻ അനുവാദമുള്ളൂ. ഒരാൾക്ക് ഒരു ദിവസം പരമാവധി 2 ക്യാനുകൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. 250 മില്ലി പാനീയത്തിൽ 80 മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ ഉണ്ടാകരുതെന്നും പാക്കേജിൽ വ്യക്തമായ ആരോഗ്യ മുന്നറിയിപ്പുകൾ രേഖപ്പെടുത്തണമെന്നും ഉൽപാദകരും ഇറക്കുമതിക്കാരും നിർബന്ധിതരായിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉത്തരവിന്റെ പ്രധാന പരിധിയിൽ വരുന്നത്. സർക്കാർ, സ്വകാര്യ, കമ്മ്യൂണിറ്റി വിദ്യാലയങ്ങളിലും സർവകലാശാലകളിലും എനർജി ഡ്രിങ്കുകളുടെ വിൽപ്പനയും വ്യാപാരവും പൂർണ്ണമായും നിരോധിച്ചു. സർക്കാർ സ്ഥാപനങ്ങളിലും ഏജൻസികളിലും ചെറിയ പലചരക്ക് കടകൾ, ഫുഡ് ട്രക്കുകൾ, കിയോസ്കുകൾ എന്നിവിടങ്ങളിൽ നിന്നും ഇനി ഇവ ലഭ്യമാകില്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള ഓർഡറും ഡെലിവറിയും നിരോധന വിധേയമാണ്. വിൽപ്പന നിയന്ത്രണത്തിൽ മാത്രം ഒതുങ്ങാതെ എനർജി ഡ്രിങ്കുകളുമായി ബന്ധപ്പെട്ട വാണിജ്യ പരസ്യങ്ങളും സ്പോൺസർഷിപ്പുകളും രാജ്യത്ത് നിരോധിച്ചു. യുവതലമുറയെ ലക്ഷ്യമിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾക്ക് ഇതോടെ കടിഞ്ഞാൺ വീഴും. എങ്കിലും സഹകരണ സംഘങ്ങളിലും സമാന്തര വിപണികളിലും കർശന ഉപാധികളോടെ വിൽപ്പന അനുവദിക്കും. പ്രായപരിധി പരിശോധിക്കാനും നിശ്ചിത അളവിൽ കൂടുതൽ വിൽപ്പന നടക്കാതിരിക്കാനും അധികൃതരുടെ നേരിട്ടുള്ള മേൽനോട്ടമുണ്ടാകും. ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ കുവൈറ്റ് സ്വീകരിച്ച ഈ നടപടി ലോകമെമ്പാടും ശ്രദ്ധേയമാകുന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.